തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതാ നിർദ്ദേശം പുലർത്തണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 7 വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തു നിന്നും എബി ഉണ്ട്. എബി, ഈ പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥാ വകുപ്പ് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഓഗസ്റ്റ് 7 വരെ മഴയ്ക്ക് സാധ്യത എന്ന മുന്നറിയിപ്പുകൾ നൽകുന്നു. ഈ അലേർട്ടുകളിലൊക്കെ മാറ്റമുണ്ടോ? അത് എങ്ങനെയാണ്? ഒപ്പം ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെ? നമുക്കറിയാം, ഈ പത്തനംതിട്ട പോലെ കോട്ടയം, ഇടുക്കിയിലൊക്കെ വലിയ തരത്തിലാണ് കഴിഞ്ഞ ദിവസം മഴ പെയ്തത്. അങ്ങനെയെങ്കിൽ ഇനിയും മഴ ശക്തമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അശ്വതി, ഇന്നിപ്പോൾ 12 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ 2 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഓഗസ്റ്റ് 3 മുതൽ 7 വരെയുള്ള തീയതികൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഓഗസ്റ്റ് 3, 4 തീയതികളിൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ചില ഘട്ടങ്ങളിൽ അത് 60 കിലോമീറ്ററിന് മുകളിലേക്കും ഉള്ള വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഒപ്പം ഈ തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ 3 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള റെക്കോർഡ് നിരക്കിലുള്ള മഴയാണ് പെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നമ്മൾ അനുഭവിച്ചതിനേക്കാൾ ഏതാണ്ട് 205 ഇരട്ടിയോളം അധികം മഴ ഇത്തവണ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത്. അത് തന്നെയാണ് ഈ പത്തനംതിട്ടയിൽ സംഭവിച്ചതും ആ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള കാരണവും ആ നിലയ്ക്കുണ്ടായിട്ടുള്ള ലഭിച്ചിട്ടുള്ള മഴ തന്നെയാണ് കാരണമായത്. വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ചക്രവാത ചുഴി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മഴ തുടരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റി നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് ഈ 2 ദിവസങ്ങളിലായി പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മത്സ്യബന്ധനം പോകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും മഴ തുടരുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ ഏതാണ്ട് 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. ശരി, ബി സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. ഓഗസ്റ്റ് 7 വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണ് ഉള്ളത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും എബി നൽകിയത്.